വന്ന് കയറിയപ്പോ മാസ്റ്റർ, ഇത്രയും പൈസ ഒരു വടി കൊടു. നമുക്ക് മാറ്റി പിടിക്കാം. എന്താടോ കാര്യങ്ങള്? എന്തായാലും ശരിയാ, ഞാൻ വിളിക്കാം. എന്താ സാർ? എടോ, ക്യാരക്ടർ ചെയ്യാനുള്ള പെൺകുട്ടി വല്ലതും റെഡിയായോ? നമ്മൾ ഓഡിഷൻ ചെയ്ത് ഫിക്സ് ചെയ്താണല്ലോ. സാറെ കാണിച്ചില്ലേ ഇവര്? എവിടെ? ഇതാണ് നമ്മുടെ 3 ഓപ്ഷൻസിലൊന്ന്. ഫൈനൽ ചെയ്തേക്കുന്നത് ഇതൊരാള്, സുഷമ, സുഷ്മിത. രണ്ടും ഒന്ന് എന്നടോ. ഇതെങ്ങനെയുണ്ട്? സ്മിത. ഇതോ? എടോ, ഇതൊക്കെ തന്നെ അല്ലടോ കഴിഞ്ഞ പടത്തിൽ താൻ കൊണ്ടുവന്ന്. വേറെ നല്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോണ്ട് വാ. അങ്ങനെ പറഞ്ഞപ്പോൾ ഈ ഹീറോ സാറ് കഴിഞ്ഞ ഇവിടെ തന്നെ ഇട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ സാറിന് ആക്ട് ചെയ്യണം, ഡാൻസ് ചെയ്യണം, നല്ല സുന്ദരിയായിരിക്കണം. ഇതൊക്കെ അന്വേഷിച്ച് ഓഡിഷൻ ചെയ്യുമ്പോൾ പെൺപിള്ളേർക്ക് മലയാളം വേണ്ട, തമിഴോ തെലുങ്കോ മതി. എടോ, തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ഈ സിനിമയിലോട്ട് കുത്തിക്കേട്ടരുത് കേട്ടല്ലോ. ഫ്രഷ് ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോണ്ട് വാ. നിങ്ങൾ നോക്കാം. എന്തു ആ പുറകെ നിൽക്കുന്നൊരു ശരി. ആ പെണ്ണ് കേസ് എന്തായി? പറഞ്ഞിട്ടുണ്ട് ബ്രോ, വരും. 10 ദിവസം കഴിഞ്ഞ് ഞാനങ്ങ് പോകും. ഇങ്ങോട്ട് പിന്നെ ഗെറ്റപ്പ് ഒക്കെ ചേഞ്ച് ചെയ്യും. പപ്പനാണെങ്കിൽ വിളിച്ചോണ്ടേ ഇരിക്കുക. പപ്പ സ്ക്രിപ്റ്റ്. ആ പപ്പനല്ല ഈ പപ്പൻ. ഈ പപ്പനും അല്ല ആ പപ്പൻ. അല്ല സാറേ, 10 ദിവസം കൊണ്ട് ഈ പാട്ട് തീരുമോ? താൻ പറഞ്ഞ പെങ്കൊച്ച ഇതോ? അതല്ലോ അതിന്റെ പുറകെ നിൽക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ സാറിന്? ഓക്കെ ആണോ? എനിക്കൊക്കെ ഡാൻസ് ഒക്കെ കളിക്കും സാറേ. ഇപ്പോൾ സാറിൻ്റെ അത്ര എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ, കളിപ്പിച്ചെടുക്കാം നമുക്ക്. ട്രെയിനിങ് കൊടുക്കാം. ഫിക്സ് ചെയ്യും. അവൻ ഡാൻസ് ഓക്കെ ആക്കും, ആക്ടിങ് ഓക്കെ ആക്കുമല്ലോ. ഓക്കെ ആക്കുമല്ലോ. നോക്കാലോ. ആ കുറെ നേരമായോ വന്നിട്ട്? ഹായ്. ഞാൻ ഇന്നലെ വിളിച്ചിരുന്നു സാറിനെ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വേണ്ടി. ആണോ? ഓക്കേ. അതൊരു വിഷയമല്ല. കമാൺ, വീഡിയോ കോൾ അല്ലേ വിളിച്ചല്ലേ, ഞാൻ പെട്ടെന്ന് ഓർക്കാനല്ലോ. റെഡി. സോ ആക്ടിങ്ങിലേക്ക് വരണം അല്ലേ? അതെ. എന്ത് മോഡലിംഗ് എത്ര വർഷം ചെയ്തു? ഞാനൊരു 3 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. 3 years. ഐ റിയലി വാണ്ടഡ് ടു ഡു സം മൂവീസ്. പക്ഷെ എനിക്ക് അങ്ങനെ ഗോഡ് ഫാദേഴ്സ് ഒന്നുമില്ല. അപ്പോഴാണ് സാറിന്റെ കാസ്റ്റിംഗ് ഏജൻസിനെ കുറിച്ച് അറിഞ്ഞത്. ഇപ്പോൾ എത്ര വയസ്സായി? ഇപ്പൊ 20. 20 വയസ്സ് കറക്റ്റ് ആണ്. സോ യു ആർ അറ്റ് ദ റൈറ്റ് സ്പേസ് അറ്റ് ദ റൈറ്റ് ടൈം. ഇനിയിപ്പോ ഞങ്ങളുടെ ഏജൻസി കുട്ടിയെ അങ്ങോട്ട് വളർത്തുകയാണ് കേട്ടോ. വിഷ് യു ഗുഡ് ലക്ക്. താനാരാ? അയ്യോ, ഞാൻ ആ കൊച്ചിനൊന്നും ചെയ്തില്ലെന്ന്. എടോ താനാരാ? ഞാൻ ഒന്നും ചെയ്തില്ലെന്ന് ഞാൻ പറയുന്നു. സാറേ, സാറേ ഒരാവശ്യമില്ല എന്നെ അടിച്ച അവൻ. അത് നമ്മുടെ സെറ്റിൽ കയറി ഇങ്ങോട്ട് സാറേ. ഞാൻ എന്നെ ഏറ്റിട്ടാ സാർ എന്നെ പിടിക്കുന്നത്? എന്റെ പൊന്നു പ്രോ, ഞാൻ ആ പെങ്കൊച്ചിനെ തൊട്ടിട്ട് പോലുമില്ല. നിങ്ങൾ എന്താ പറഞ്ഞിട്ടോ? ഞാൻ ഒന്ന് സംസാരിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അവന്റെ അമ്മൂമ്മയുടെ ഒരു പേജ്. ആടയില്ല ഉടലുകൾ, സ്വപ്നസുന്ദരി, പാൽക്കുടം. അല്ലടാ, ഇപ്പൊ മനസ്സിലായടാ നീ എന്തിനാ വാങ്ങിച്ചു കൂട്ടിയെന്ന്? സാറേ, ആ പേജ് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതാ എന്നുള്ള സത്യമാണ്. അതിനകത്ത് ഒരു പരിപാടികളും എനിക്ക് അറിയത്തില്ല. നീ ആരുടെ കയ്യിൽ നിന്നാ വാങ്ങിയ? അപ്പൊ ഈ സ്റ്റോറിയൊക്കെ എഴുതിയിരുന്ന നീയല്ലേ? പേജ് വാങ്ങിച്ചതേ ഉള്ളൂ. അതിനകത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതെനിക്ക് വിറ്റവൻ തന്നെയാണ്. അതിനകത്തെ ഫോട്ടോയോ സ്റ്റോറിയോ മറ്റ് വിവരങ്ങളോ ഒന്നും എനിക്കറിയത്തില്ല സത്യമായിട്ടും. ടിനു. ഏത് ടിനു? സാറേ, അവനെ പറ്റി കൂടുതലൊന്നും എനിക്കറിയത്തില്ല. ഈ പേജിന്റെ മെയിൻ്റനൻസിന് വേണ്ടി വല്ലപ്പോഴും കോണ്ടാക്ട് ചെയ്യുമെന്നല്ലാതെ. ഇതാണ് വീഡിയോ കോൾ. ഇവനെ വീഡിയോ കോൾ ചെയ്യാൻ.
എടാ ടിനു, എടാ എടാ നീ എവിടാ? കേരളത്തിലെങ്ങാനും ഉണ്ടോ? ഉണ്ടേ ഒന്ന് വരുവാടാ. സോഷ്യൽ മീഡിയയെ പലതരത്തിൽ ദുരുപയോഗം ചെയ്യുന്ന മാർഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ദിവസവും എത്ര കേസുകളാണ് നമ്മൾ കാണുന്നത്. ഇതിലൊരു പുതുമ നിങ്ങൾക്കില്ല, ഞങ്ങൾക്കുമില്ല. പക്ഷെ ഈ ഒരു കേസിൽ ഒരു വ്യക്തിയെ മാത്രം എഫക്ട് ചെയ്യുന്ന ഒന്നല്ലാത്തത് കൊണ്ട് പ്രതിയെ ചോദ്യം ചെയ്യുന്നതോടൊപ്പം ഈ റാക്കറ്റിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ട്. സാറിന് കസ്റ്റഡിയിലുള്ള ആളെ പറ്റി ഒന്ന് പറയാമോ? തികച്ചും ഒഫീഷ്യലായ കാര്യങ്ങളായതുകൊണ്ട് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. സമാധാനമായി. അങ്ങനെ ഈ പ്രശ്നം തീർന്നു. എന്ത് തീരാൻ? ജോഷായി, എനിക്ക് അവനെ കിട്ടണം. ആരെ? ഈ ഹാരിഷായെ പിടിച്ചോണ്ടൊന്നും ഈ പ്രശ്നം ഇവിടെ തീരാൻ പോണില്ല. ഇതില് പേജിൽ പോസ്റ്റ് ചെയ്തിട്ടില്ലേ, അവനെ കിട്ടണം. ഓരോ സെക്കൻഡും അവളെ ഫേസ് ചെയ്യാൻ പറ്റാതെ ഞാൻ കിടന്ന് നീറുവാ. എന്റെ കുഞ്ഞിനും അവക്കും വേണ്ടി എനിക്കിത് ചെയ്യണം ജോച്ചായ. എടാ, നമ്മളിത് സക്രിയോട് പറഞ്ഞല്ലോ. അയാളിത് ഹാൻഡിൽ ചെയ്തോളാന്ന് പറഞ്ഞു. അതെന്താന്ന് അറിഞ്ഞിട്ട് പോരാ നമുക്ക്. ഈ സക്കറിയോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പോലീസിന് ഇത് തെളിയിക്കാൻ പറ്റില്ല. ഈ ഹാരിഷ വെറും ഏജന്റ് മാത്രമാണ്. ഇത് പോസ്റ്റ് ചെയ്തിട്ടില്ലേ, അവനെ കണ്ടുപിടിക്കണം. അവനെ കിട്ടിയിട്ടേ കാര്യമുള്ളൂ. അവന്റെ നമ്പർ ഞാൻ പൊക്കി. പക്ഷെ അവൻ ആര്, എവിടെ, ഇങ്ങനെ ഒരു പിടിയില്ല. ആ നമ്പർ വേറെ ആരുടെയോ പേരില്ല. അതെ, നീ എന്തായാലും അവളെ അക്ഷയയിൽ ജോലിക്ക് വിടാണെന്ന് നിൽക്കണ്ട, പ്രത്യേകിച്ച് ഈ സമയത്ത്. ചോദിച്ചായ അവനിട്ട് ആ പോസ്റ്റും ആ ക്യാപ്ഷനും ഒക്കെ വെച്ച് നോക്കുമ്പോ അക്ഷയായിട്ട് അവൻ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ട്, അതുറപ്പാ. ഫോണിൽ തന്നെ മനോജേട്ടാ. ആ വിനോദ് വിളിച്ചോണ്ട് ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. അല്ല വിനോദേ, ആ ഫോട്ടോ ഇവിടുന്ന് തന്നെ ലീക്ക് ആയതാണെന്ന് വിനോദ് പറയാനെന്താ അത്ര ഉറപ്പ്? ചേട്ടാ, ഉറപ്പൊന്നുമില്ല. പക്ഷെ അവനിട്ടിരിക്കുന്ന പോസ്റ്റ് നോക്കുമ്പോൾ ഒരു തവണയെങ്കിലും അവനിവിടെ വന്നിട്ടുള്ള കാര്യം ഉറപ്പാ. നമുക്ക് ഈ CCTV ഫുട്ടേജ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുവാണെങ്കിൽ. ഓ, ആനന്ദാ, നോക്കാലോ. ആ പോസ്റ്റ് ചെയ്ത ഡേറ്റ് എന്നാന്നാ പറഞ്ഞേ? February 7th. അപ്പൊ നമുക്ക് February 6th മുതൽ നോക്കാം. ഓ, February 6th സൺഡേ ആണ് വരുന്നത്. സാറ്റർഡേ ഇവിടെ വർക്കിംഗ് ഉച്ചവരേ ഉള്ളൂ. അതൊന്ന് പോസ്റ്റ് ചെയ്തേ. ഇയാളാണോ? അല്ല, ഇതല്ല, ഇതൊന്ന് ഫോർവേഡ് ചെയ്തു. പ്രായമായവരാ കൂടുതലും അക്ഷയയിൽ വരുന്നത്. ചെറുപ്പക്കാരൊക്കെ ഈ പറഞ്ഞ പോലെ മൊബൈലിൽ കാര്യങ്ങൾ ചെയ്യത്തേ ഉള്ളൂ. വിനോദേ, ഇനി കുറച്ച് സമയം വിനോദ് നോക്കാം.
ചേട്ടാ മനോട്ടാ കിട്ടിയോ ചേട്ടാ അതെ ഇതിനോ ഇങ്ങനെ നമുക്ക് പൊക്കാൻ വിനോദം. അവനെന്താ ഡോക്യുമെന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, ധൈര്യമായി.